പണ്ട് എൽ കെ അദ്വാനിയുടെ രഥയാത്ര സമസ്തിപൂരിൽ ലാലു പ്രസാദ് യാദവാണ് തടഞ്ഞത്. ഇവിടെ ഇപ്പോ നിതീഷിന്റെ രഥത്തിൽ BJP-യുടെ യാത്ര, അത് RJD-യുടെ എല്ലാ കോട്ടകളും കോട്ടകൊത്തളങ്ങളും തകർത്തുകൊണ്ടാണെന്ന് പറയാം. 87 സീറ്റിൽ മത്സരിച്ച 101-ൽ 87 സീറ്റിലും BJP ലീഡ് ചെയ്യുന്നു. മത്സരിച്ച 101-ൽ 79 സീറ്റിൽ JDU ലീഡ് ചെയ്യുന്നു. 135 സീറ്റിൽ മത്സരിച്ച രാഷ്ട്രീയ ജനതാദൾ വെറും 30 സീറ്റിലേക്ക് ചുരുങ്ങുന്നു. മത്സരിച്ച 29 സീറ്റിൽ 21 സീറ്റിലും ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് ലീഡ് ചെയ്യുന്നു. അഭൂതപൂർവമായ മുന്നേറ്റം എന്ന് പറയാം. BJP JDU LJP കമ്പൈനെ സംബന്ധിച്ച് സ്വപ്ന സമാനമായ മുന്നേറ്റമാണെങ്കിൽ മറുവശത്ത് ഒരു ദുസ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത അത്രയും വലിയ ആഘാതം. 61 സീറ്റിൽ മത്സരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറും 5 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത് എന്ന് ഓർക്കണം. 20 സീറ്റിൽ മത്സരിച്ച CPI-ML അതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. 6 സീറ്റിൽ ഇപ്പോഴും CPI-ML മുന്നിലാണ്. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും CPI-ഉം CPI-എമ്മും ഓരോ സീറ്റുകളിൽ വീതം ലീഡ് ചെയ്യുന്നു. അങ്ങനെ 8 സീറ്റുകൾ ലെഫ്റ്റിന്, 5 സീറ്റ് കോൺഗ്രസിന് എന്നുള്ളതാണ് മഹാഗഡ്ബന്ധന്റെ അവസ്ഥ. മഹാഗഡ്ബന്ധൻ ഒരു മഹാനാണക്കേടിലേക്ക് പതിക്കുന്ന കാഴ്ചയാണ് ബീഹാറിൽ നിന്ന് കാണുന്നത്. രാഹുൽ ഗാന്ധി അത്യധ്വാനം നടത്തിയിരുന്നു ബീഹാറിൽ. രാഹുൽ ഗാന്ധി വോട്ടറധികാർ യാത്ര നടത്തി ഇളക്കിമറിച്ചിരുന്നു ബീഹാറിനെ. പക്ഷേ യാതൊരു തരത്തിലുള്ള ഫലവും ഉണ്ടായിട്ടില്ല. സ്വന്തം കോട്ടകൾ പോലും കൈവിടുന്ന അവസ്ഥയിലേക്ക് RJD, രാഷ്ട്രീയമായ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകുന്ന സൂചന എന്താണ് എന്നുള്ളതാണ് ബീഹാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രസക്തമായ ചോദ്യം. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകുന്ന സൂചന 2 തരത്തിൽ. ഒന്ന്, ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി അത് ഇനി സുഭദ്രമാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികൾ ബീഹാറിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും കോൺഗ്രസിനോട് സ്വീകരിക്കുക എന്ന വലിയ ചോദ്യമുണ്ട്. അതേസമയം തന്നെ മറുഭാഗത്ത് 3ാം മോദി സർക്കാർ 5 വർഷം ഒരു തരത്തിലുള്ള തലവേദനയുമില്ലാതെ ആ ടേം പൂർത്തീകരിക്കും എന്നത് ഉറപ്പിക്കുകയാണ്. ഇപ്പോൾ ഇതാ ആഘോഷ പരിപാടികൾ തുടങ്ങിയിരിക്കുന്നു. പട്നയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ വരികയാണ്. ബീഹാറിൽ ആഘോഷ പരിപാടികൾ തുടങ്ങിയിരിക്കുന്നു. തെരുവിലേക്ക് ഇറങ്ങുകയാണ് BJP പ്രവർത്തകർ. ഒപ്പം JDU പ്രവർത്തകരും വലിയ വിജയാഹ്ലാദമാണ്, ആവേശമാണ്. വികസനത്തിന് കിട്ടിയ വോട്ടാണ് എന്തായിരുന്നു രവിശങ്കർ പ്രസാദ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അല്പം മുമ്പ് വന്ന പ്രതികരണം. വികസനത്തിന് ലഭിച്ച വോട്ട്, സർക്കാരിന്റെ തുടർച്ചയ്ക്ക് ലഭിച്ച വോട്ട്, നിതീഷ് കുമാറിന് ലഭിച്ച വോട്ട്, BJP-യുടെ തന്ത്രങ്ങൾക്ക് ലഭിച്ച വോട്ട് എന്നതിനൊപ്പം നരേന്ദ്രമോദിക്ക് ലഭിച്ച വോട്ട് എന്ന നിലയിൽ വ്യാഖ്യാനിക്കാനായിരിക്കും സ്വാഭാവികമായും BJP നേതാക്കൾ ഈ മഹാവിജയത്തെ കാണുക. ഇതൊരു മഹാവിജയമാണ്. ആകെ മത്സരിച്ച 101 സീറ്റിൽ 87 BJP വിജയത്തിലേക്ക് അടുക്കുന്നു. അത് 89 ആകുന്നു അല്ലെ? അത് അതിഗംഭീരമായ സ്ട്രൈക്ക് റേറ്റ് ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിന്റെ പ്രതാപകാലത്ത് ഇത്രയും ഉയർന്ന സ്ട്രൈക്ക് റേറ്റിലേക്ക് വന്നിട്ടുണ്ടോ? നമ്മൾ ക്രിക്കറ്റിന്റെ ടെർമിനോളജി ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും 101-ൽ 89 എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ സ്ട്രൈക്ക് റേറ്റ് ആണ് BJP-യെ സംബന്ധിച്ച്. സ്വപ്ന സമാനമായ വിജയം. JDU-വിന് 79, JDU-വിനേക്കാൾ 10 സീറ്റിലധികം BJP ലീഡ് ചെയ്യുന്നു. വമ്പിച്ച വിജയം. 89-79 ഇതാണിപ്പോൾ BJP-യുടെയും JDU-വിന്റെയും ടാലി. വിജയാഹ്ലാദ ആരവം ഉയരുകയാണ് ബീഹാറിൽ. മോദി സർക്കാരിനുള്ള വിജയം എന്ന നിലയിൽ തന്നെയാകും സ്വാഭാവികമായി ഇത് വ്യാഖ്യാനിക്കപ്പെടുക. അതേസമയം നിതീഷ് കുമാറിന്റെ വലിയ രാഷ്ട്രീയ വിജയമാണ്. തോൽവിയായിരുന്നെങ്കിൽ നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവി, 74 വയസ്സുകാരനാണ്, ഇതോടുകൂടി ഒരുപക്ഷെ അടഞ്ഞു പോകുമായിരുന്നു. JDU ചിഹ്ന ഭിന്നമാകുമായിരുന്നു. ഒരു ഭാഗം RJDക്ക് ഭരണം ലഭിച്ചെങ്കിൽ ആ ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ബാക്കി മറുഭാഗത്തെ BJP ഒരുപക്ഷെ വിഴുങ്ങുകയും ചെയ്തേനെ. അത്തരം ശ്രമങ്ങൾ നേരത്തെ നടത്തിയിട്ടുമുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചാണ് ഇപ്പോൾ വീണ്ടും JDU-വിനെ നയിച്ചുകൊണ്ട് നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ പോകുന്നത്. അന്തിമ ഫലത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും മിക്ക സീറ്റുകളിലും വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. 243 അംഗ നിയമസഭയിൽ 194, 44, 5 ഇതാണ് ഇപ്പോഴത്തെ നിതീഷ് എവിടെയാണോ അവിടെയാണ് വിജയം എന്ന് ഒരിക്കൽ കൂടി അടിവരയിടുകയാണ്. നിതീഷ് കുമാറിന്റെ വമ്പിച്ച മുന്നേറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിതീഷ് കുമാർ RJD-ക്കൊപ്പം ഉള്ളപ്പോൾ ആ മുന്നണിക്ക് വിജയം. നിതീഷ് കുമാർ BJP-ക്കൊപ്പം നിന്നാൽ BJP-ക്ക് വിജയം. ബീഹാറിൽ കഴിഞ്ഞ 20 വർഷമായി നിതീഷ് കുമാർ എന്ന ഫാക്ടർ അല്ലാതെ മറ്റൊരു ഫാക്ടറും വർക്ക് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിതീഷ്, നമ്മൾ ഈ ജാതി രാഷ്ട്രീയത്തിന്റെ തട്ടകം എന്നൊക്കെ പറയുമ്പോൾ നിതീഷിന്റെ സ്വന്തം സമുദായത്തിന്, കുറുമി സമുദായത്തിന് അവിടെ മൊത്തം ജനസംഖ്യയുടെ 3% പാർട്ടിസിപ്പേഷനേ ഉള്ളൂ. അപ്പോൾ ജാതിയുടെ കേവലമായ കള്ളികൾക്ക് അപ്പുറത്ത് നിന്നൊരു പുതിയ ഉൾപ്പിരിവാണ്, ജാതിയുടെ വകഭേദങ്ങളാണ്. അതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ നിതീഷ് കുമാറിന് കഴിഞ്ഞു.